ദേവാസുരന്മാർ പൂർവാധികം ഉത്സാഹത്തോടെ പാലാഴി മഥനത്തിൽ ഏർപ്പെട്ടു. അപ്പോൾ ശുഭ്രവസ്ത്രധാരിയായ ധനന്തുരി മഹർഷി അമൃത കലശവും കമണ്ഡലവുമായി ഉയർന്നു വന്നു. ഇക്കാഴ്ച കണ്ട ദേവാസുരന്മാർ ആഹ്ലാദത്തോടെ ആരവം മുഴക്കി. തൊട്ടടുത്ത നിമിഷം ഏവരെയും വിസ്മയിപ്പിച്ചുകൊണ്ട് അതിമനോഹരമായ ഒരു സ്ത്രീരൂപം പാലാഴിയിൽ നിന്ന് ഉയർന്നു വന്നു. കയ്യിൽ താമരയുമായി വന്ന ആ സൗന്ദര്യധാമത്തെ കണ്ട് ഗന്ധർവന്മാർ ആനന്ദഗാനമീട്ടി. അപ്സരസുകൾ നൃത്തം വെച്ചു. ആ ദേവിയുടെ പാദങ്ങളിൽ നമസ്കരിക്കുവാനായി ഗംഗാനദി ഒഴുകി അവിടെ എത്തി. ദേവി പാലാഴി തീരത്ത് കാലുറപ്പിച്ചതും താമര പൂക്കൾ കൊണ്ട് നിർമ്മിച്ച ഒരു മനോഹര മാല്യം ദേവിക്ക് സമർപ്പിച്ചു. ബ്രഹ്മദേവൻ ദേവിയുടെ അംഗങ്ങളിൽ അണിയിക്കുന്നതിന് വിശിഷ്ട വസ്ത്രാഭരണങ്ങൾ പ്രദാനം ചെയ്തു. സർവാഭരണ വിഭൂഷിതയായി ശോഭിച്ച ദേവിയെ ബ്രഹ്മാവ് ലക്ഷ്മി ദേവി എന്ന് നാമകരണം ചെയ്തു. പാലാഴി തീരത്ത് സന്നിഹിതരായിരുന്ന സർവ്വദേവാസുരന്മാരെ നോക്കി നിൽക്കവേ ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ മാറിലണഞ്ഞു. നയന മനോഹരമായ ആ കാഴ്ച ദേവന്മാരെ പ്രസന്നരാക്കി. അസുരന്മാരുടെ മുഖം തെളിഞ്ഞില്ല. വിശിഷ്ട വസ്തുക്കളെല്ലാം ദേവന്മാർക്കാണ് ലഭിക്കുന്നത്. ഇങ്ങനെയാണെങ്കിൽ അമൃതകുംഭവും ദേവന്മാരുടെ അധീനതയിലാകും. അത് അനുവദിച്ചുകൂടാ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അസുരന്മാർ അമൃതകുംഭവും അപഹരിച്ചുകൊണ്ടും കടന്നുപോയി. അമൃതം നഷ്ടപ്പെട്ടതോടെ ദേവന്മാർ നിരാശരായി തീർന്നു. ഇത്ര നേരത്തെ അധ്വാനം വെറുതെ ആവുകയാണോ? സഹിച്ച കഷ്ടപ്പാടുകൾ ജലരേഖകളായി തീരുന്നുവോ? ദേവന്മാരുടെ കണ്ണുകൾ സജ്ജലങ്ങളാണ്. അമൃതകുംഭം തിരിച്ചെടുക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അസുരന്മാർ അമൃത ഭക്ഷിക്കുകയും അമരന്മാരായി തീരുകയും ചെയ്യും. എങ്ങനെയും അത് തടഞ്ഞേ മതിയാകൂ. ദേവകളെ, നിങ്ങൾ ദുഃഖിക്കാതിരിക്കുക. ഇക്കാര്യത്തിൽ ഒരു പോംവഴി ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്രകാരം പറഞ്ഞുകൊണ്ട് മഹാവിഷ്ണു മോഹിനി എന്ന സൗന്ദര്യവതിയായ കന്യകയായി മാറി. ആ രൂപം കണ്ട ദേവകൾ പോലും പ്രണയാതുരന്മാരായി തീർന്നു. മോഹിനി ലജ്ജിതയും നമ്രമുഖിയുമായി അസുരന്മാരുടെ സമീപത്തെത്തി. മിഴിയൊന്ന് ചിമ്മുക പോലും ചെയ്യാതെ അസുരന്മാർ അവളെ നോക്കി നിൽപ്പായി. മോഹിനി അടുത്തെത്തിയുടൻ അസുരന്മാർ ഒന്നാകെ ഭവാതി ആരാന്ന് ചോദിച്ചു. വീണനാദത്തെ പോലെ അതിജീവിക്കുന്ന ശബ്ദത്തിൽ കന്യക മൊഴിഞ്ഞു. അസുരേശ്വരന്മാരെ, ഞാൻ ധന്വന്തര മഹർഷിയുടെ അനുജത്തിയാണ്. ലക്ഷ്മി ദേവിക്ക് ശേഷം ഞാൻ പാലാഴിൽ നിന്നും പുറത്തു വന്നതാണ്. ആ സമയം കടൽ തീരം ശൂന്യമായിരിക്കുന്നത് കണ്ടു. ദേവന്മാരും അസുരന്മാരും അവരവരുടെ സ്ഥലങ്ങളിൽ എത്തിക്കഴിഞ്ഞിരുന്നു. അസുര ശ്രേഷ്ഠന്മാരെ, ഞാനിപ്പോൾ അശരണരും അനാഥയുമാണ്. എന്നെ സ്വീകരിക്കാനും കൈക്കൊള്ളുവാനും ആരുമില്ല. മോഹിനി കണ്ണുനീർ വാഴ്ത്തു. അരുത് ദേവി, കണ്ണുനീർ തൂകരുത്. അവിടുത്തെ കണ്ണുനീർ തുടയ്ക്കുവാൻ ഞങ്ങളുണ്ട്. മോഹിനി, ഞങ്ങളെല്ലാവരും ഒന്നിനൊന്ന് കേവന്മാരാണ്. ഞങ്ങളിൽ ആരെയും നിനക്ക് സ്വീകരിക്കാം. അസുരന്മാർ ഒന്നടങ്കം മുന്നിൽ വന്നു. നിങ്ങളുടെ കൃപ അഭിനന്ദനീയം തന്നെ. വില്ലാളി വീരന്മാരെ, നിങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്നത് അമൃത് ഭക്ഷിച്ച ശേഷം അണിനിരക്കുക. ഞാനൊരാളെ സ്വീകരിക്കട്ടെ, മോഹിനി നിർദ്ദേശിച്ചു. മോഹിനിയുടെ നിർദ്ദേശം ഏവർക്കും ഹൃദ്യമായി അനുഭവപ്പെട്ടു. അവർ പ്രേമപൂർവ്വം അവളോട് ആവശ്യപ്പെട്ടു, ദേവി, ഈ ദിവ്യ ഔഷധം നിന്റെ കൈകൾ കൊണ്ട് വിളമ്പിയാലും ഞങ്ങൾക്കേവർക്കും തുല്യമായി നീ അമൃത് വീതിക്കുക. മോഹിനി സമ്മതിച്ചു. അസുരന്മാർ അമൃതകുംഭം അവളുടെ കൈകളിൽ ഏൽപ്പിച്ചു. മോഹിനി പ്രണയപൂർവ്വം അസുരന്മാരെ കടാക്ഷിച്ചു. അനന്തരം അവൾ കൊഞ്ചലോടെ പറഞ്ഞു, ജീവാംശനാഥന്മാരായ അസുര ശ്രേഷ്ഠന്മാരെ, നിങ്ങൾ മിഴികളടച്ച് ധ്യാന നിമഗ്നരാകുക. അമൃത് ഞാനിതാ വിളമ്പുകയായി. അത് കേട്ടപാടെ അസുരന്മാർ നിരനിരയായി ഇരിപ്പുറപ്പിച്ചു. മോഹിനിയുടെ വരണമാലയം തൻ്റെ കഴുത്തിൽ തന്നെ പതിക്കണമേ എന്ന നിഗൂഢ മോഹം അവരിൽ ഓരോരുത്തരിലും നിറഞ്ഞു നിന്നു. സമയം കടന്നുപോയി. അസുരന്മാരുടെ നീട്ടിപ്പിടിച്ച കൈക്കുമ്പിളിൽ അമൃത് സ്പർശമായി ഉണ്ടായില്ല. ഒടുവിൽ അവർ കണ്ണുകൾ തുറന്നു. അസുരന്മാർ അക്ഷരാർത്ഥത്തിൽ നടുങ്ങിപ്പോവുക തന്നെ ചെയ്തു. അമൃത കുംഭവും മോഹിനിയും അപ്രത്യക്ഷമായിരിക്കുന്നു. തങ്ങളുടെ വിഡ്ഢിത്തത്തെ സ്വയം ശപിച്ചുകൊണ്ട് അസുരന്മാർ മടങ്ങിപ്പോയി. അമൃതകുംഭവുമായി വരുന്ന മോഹിനിയെ കണ്ട ദേവകൾ ആനന്ദത്താൽ മതിമറന്നു. മോഹിനി രൂപിയായ മഹാവിഷ്ണുവിനെ കണ്ട് പരമേശ്വരനാകട്ടെ കാമാതുരനായി തീർന്നു. അദ്ദേഹം അവളെ സമീപിച്ചു. തൻ്റെ സമീപത്തുയർന്ന പുരുഷ സൗന്ദര്യ പ്രതീകമായ പരമേശ്വരനെ കണ്ട മോഹിനി പ്രണയാതുരയായി തീർന്നു. ദേവി, നിന്റെ സൗന്ദര്യം എന്നെ ആകൃഷ്ടനായിരിക്കുന്നു. നിന്റെ വിശിഷ്ടമായ ഈ ശരീരകാന്തി നുകരാൻ ഞാൻ യോഗ്യനില്ലേ? ശിവശങ്കരൻ അഭ്യർത്ഥിച്ചു. ദേവ, അവിടുത്തെ പ്രണയം നേടാനായ ഞാൻ ഭാഗ്യവതി തന്നെയാണ്, മോഹിനി വ്രീഡ വിവശയായി പറഞ്ഞു. മഹേശൻ ആനന്ദത്തോടെ മോഹിനിയെ പ്രാപിച്ചു. അതിൻ്റെ ഫലമായി മോഹിനി ഗർഭവതിയായി തീരുകയും അല്പസമയത്തിനുള്ളിൽ ആ ഗർഭം പൂർണ്ണമാവുകയും ചെയ്തു. അവൾ അതിദിവ്യനായ ഒരു ബാലനെ പ്രസവിക്കുകയും ചെയ്തു. ഈ ശിശുവാണ് ശാസ്താവ എന്ന നാമത്തിൽ ദൈവാരാധനയ്ക്ക് പാത്രമായി തീർന്നത്. അടുത്തത് അന്തകൻ്റെ കഥയാണ്. തുടരും.